ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിക്കണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ അരി കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കുതിർത്തെടുത്തതാണ്. ചെറിയ മണിയുള്ള അരി ആട്ടോ എടുത്തിക്കണത്. ഇത് നമുക്ക് ഇനി വാർത്തെടുക്കാം. വെള്ളം വരാൻ വേണ്ടിയിട്ട് അരിപ്പക്കോട്ടയിലേക്ക് കൊട്ടിയിട്ടുണ്ട് കേട്ടോ അരി. ഒരു 2 സബോള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വറുത്ത് കോരാൻ വേണ്ടിയിട്ടുള്ള സബോളയാണ്. പിന്നെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പെരിഞ്ചീരകമൊക്കെ ഇവിടെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി മാറ്റിയേക്കാം കേട്ടോ. നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റിയേക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഈ നെയ്ച്ചോറിൻ്റെ പണിയിൽ കിടക്കുകയാണ് കേട്ടോ. വിറകടുപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 കയ്യിൽ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സബോള വറുത്ത് ബാക്കി വന്ന ഓയിലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒരു സബോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ച പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിജീരകം അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നൊരു പകുതി വയവായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് കൊട്ടി കൊടുക്കാം കേട്ടോ. അരി ഇതിലിട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് എന്താ പറയുക, അരിയിലൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ലേ, അത് പോണ വരെ ഒരു 5 മിനിറ്റ് നന്നായി ഇളക്കിയെടുക്കണം കേട്ടോ. ആ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പൊക്കെ പോയി കഴിഞ്ഞാൽ തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കണത്. നല്ല തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അളന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അരിയുടെ കുറച്ച് തൊട്ട് മീതായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണത്. അരിയുടെ 1 ഇഞ്ച് മീതെ നിൽക്കണ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 അടപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാരങ്ങ നീരിന് പകരം വിനാഗിരി ഒഴിച്ച് കൊടുത്താണ്. ഞാനങ്ങനെ ഇടയ്ക്ക് ചെയ്യൽ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് അടച്ച് വെക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല വറ്റിയിട്ടില്ല, ചെറിയ ഒരു വെള്ളമുണ്ട്, എന്നാലും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മീതെ 2 ടീസ്പൂൺ നെയ്യ് തൂവി കൊടുക്കാൻ മേലെ കൂടെ. RKG ആണ് കേട്ടോ ഞാൻ എടുത്തിക്കണത്. പിന്നെ അരിഞ്ഞ് വെച്ച മല്ലിയില അതിൻ്റെ മീതെ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം അതിൻ്റെ മീതെ വിതറുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 7-8 മിനിറ്റോളം അങ്ങനെ അടച്ചു വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 8 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. അതാ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടും കട്ട ഒത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.